ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സ്ക്വിഡ് ഗെയിം സീരീസിൻ്റെ രണ്ടാമത്തെ സീസൺ കണ്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് വരുന്ന മൂന്നാം സീസണിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങൾ സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ സ്ക്വിഡ് ഗെയിം സീരീസിൻ്റെ ആദ്യത്തെ 2 സീസണുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. സോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത് അടുത്ത സീസണിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നതാണ്. അതിലൊന്നാമത്തത് അടുത്ത സീസണിൽ ഫ്രണ്ട്മാന്റെ മരണം കാണാൻ സാധ്യതയുണ്ടെന്നതാണ്. സോ തീർച്ചയായിട്ടും അയാൾ ഒരു വില്ലൻ ആയതുകൊണ്ട് തന്നെ ഈ സീസണെല്ലാം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ അയാളുടെ മരണം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് മാത്രമല്ല ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്, പകരം ഈ ഒന്നാമത്തെ സീസണും രണ്ടാമത്തെ സീസണും അവർ അവതരിപ്പിച്ചിരിക്കുന്ന രീതി വെച്ചുകൊണ്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സിമിലറായി കാണിച്ചിരിക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ സീസണിൽ സോങ് യൂൺ എന്ന ആ ക്യാരക്ടർ ഇഷ്ടമില്ലാതെ ആ ഒരു സ്ക്വിഡ് ഗെയിമിലേക്ക് വരികയും അവിടെ പങ്കെടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അയാൾ അതിൽ വിജയിച്ചു പോകുന്നുണ്ടെങ്കിലും രണ്ടാമത്തെ സീസണിലും വീണ്ടും അയാൾ അവിടേക്ക് തന്നെ വരുന്നതായും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതായും കാണിക്കുന്നു. ഇതുകൂടാതെ ആദ്യത്തെ സീസണിൽ ഒന്നാമത്തെ നമ്പറായി അവിടെ വന്നിരുന്നത് ആ സ്ക്വിഡ് ഗെയിമിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്, ഇൽനാം എന്ന ആ ക്യാരക്ടർ. ഈ രണ്ടാമത്തെ സീസണിലും അവിടെ 1-ാം നമ്പറായി വന്നിരിക്കുന്നത് സ്ക്വിഡ് ഗെയിമിന്റെ മേൽനോട്ടത്തിന്റെ ലീഡറായിട്ടുള്ള ഫ്രണ്ട്മാൻ എന്ന ക്യാരക്ടറാണ്. കൂടാതെ ഈ 2 സീസണിലും നായകനായിട്ടുള്ള സോങ് ഹ്യൂന്റെ ഒരു സുഹൃത്ത് ആ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ സീസണിന്റെ അവസാനത്തെ എപ്പിസോഡിൽ വെച്ച് ആ സുഹൃത്ത് മരണപ്പെടുന്നതായും കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും നായകന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ആ ക്യാരക്ടർ അവസാന എപ്പിസോഡിൽ വെച്ച് മരണപ്പെടുന്നതായി കാണിക്കുന്നത്. കൂടാതെ ഈ 2 സീസണിലും നോർത്ത് കൊറിയയിൽ നിന്നുള്ള ഒരാൾ സൗത്ത് കൊറിയയിൽ വന്ന് താമസിക്കുന്നതിനെ പറ്റിയും മറ്റും പറയുന്നുണ്ട്. ഒന്നാമത്തെ സീസണിൽ സേബിയോക്ക് എന്ന ആ ഒരു പെൺകുട്ടിയാണ് വന്നിരുന്നതെങ്കിൽ ഇവിടെ അതിനു പകരം നോയുൾ എന്ന ക്യാരക്ടറാണ്. ഈ സേബിയോക്കിനെ അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ തന്റെ അനിയനെ സഹായിക്കാൻ വന്നിരിക്കുന്നത് പോലെയാണ്. അതിനു പകരം നോയുളിനെ കാണിക്കുന്നതായിട്ട് തന്റെ മകളെ തേടി വരുന്നത് പോലെയും. സോ ഇങ്ങനെ 2 സീസണിലും നോർത്ത് കൊറിയയിൽ നിന്നുള്ള ഒരു ക്യാരക്ടർ സൗത്ത് കൊറിയയിൽ വന്നതിനെ പറ്റിയും അവർ ഒരു അനിയനെയോ മകളെയോ മറ്റോ സംരക്ഷിക്കാനായി നടക്കുന്നു എന്ന രീതിയിലും കാണിച്ചിട്ടുണ്ട്. കൂടാതെ ഈ 2 സീസണിലും ഫ്രണ്ട്മാന്റെ മുന്നിൽ വെച്ച് ഒരു ഗാർഡ് മരിക്കുന്ന സീനുണ്ട്. അതായത് ഒന്നാമത്തെ സീസണിൽ അവിടെയുള്ള മത്സരാർത്ഥികളിൽ ഒരാൾ ഒരു ഗാർഡിനെ നിർബന്ധമായി പിടിച്ചു വെച്ചുകൊണ്ട് അയാളുടെ മുഖം മൂടി മാറ്റിക്കുമ്പോൾ അവിടെ ഫ്രണ്ട്മാൻ വരികയും അയാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അതുപോലെ ഈ രണ്ടാമത്തെ സീസണിലും സോങ് യൂണും മറ്റും ഒരു ഗാർഡിനെ പിടിച്ചു വെച്ചുകൊണ്ട് അയാളുടെ മുഖം മൂടിയെല്ലാം മാറ്റി ഇവർ പറയുന്നതനുസരിച്ച് അയാളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ പെട്ടെന്നൊരു സെക്കൻഡിൽ ആ ഗാർഡ് ഫ്രണ്ട്മാനെ കാണുകയും പെട്ടെന്ന് തന്നെ അയാൾ വെടിയേറ്റ് മരിക്കുന്നതായും കാണാം. ഇങ്ങനെ 2 സീസണുകളിലും ഫ്രണ്ട്മാന്റെ മുന്നിൽ വെച്ച് മുഖംമൂടി ഊരുന്ന ഒരു ഗാർഡ് മരിക്കുന്നതായി കാണാം. കൂടാതെ മറ്റൊന്നുള്ളത്, ഒന്നാമത്തെ സീസണിൽ സോങ് യൂന്റെ ഉറ്റ സുഹൃത്തായിട്ട് വരുന്ന അയാൾ തുടക്കമെല്ലാം സോങ് യൂന്റെ കൂടെ നിൽക്കുകയും എന്നാൽ പിന്നെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സോങ് യൂനെ തന്നെ ചതിക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഇവിടെ അതേപോലെ വന്നിരിക്കുന്നത് ഫ്രണ്ട്മാനാണ്. ഫ്രണ്ട്മാൻ തുടക്കം മുതൽ സോങ് ഹ്യൂന്റെ കൂടെ തന്നെ നിൽക്കുകയും എന്നാൽ അവസാനം എത്തിയപ്പോൾ സോങ് ഹ്യൂനെ തന്നെ ചതിക്കുന്നതായും കാണാം. ഇങ്ങനെ 2 സീസണുകളിലും ഒരുപാട് കാര്യങ്ങൾ അവർ ഒരുപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഫ്രണ്ട്മാൻ അടുത്ത സീസണിൽ മരിക്കുമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഒന്നാമത്തെ സീസണിൽ 1-ാം നമ്പറായി വന്നിരുന്ന ഇൽനാം അവസാന എപ്പിസോഡിൽ മരിക്കുന്നതായി കാണിച്ചിരുന്നു. സോ ഇവിടെ അതേപോലെ തന്നെ സ്ക്വിഡ് ഗെയിമിന്റെ നടത്തിപ്പുകാരിൽ ഒരാളായിട്ടുള്ള ആ ഫ്രണ്ട്മാൻ 1-ാം നമ്പറായി തന്നെ വരികയും ഇവരാരും അറിയാതെ അവരുടെ കൂടെ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഈ അവസാന എപ്പിസോഡിൽ അയാൾ മരിക്കുന്നതായി കാണിച്ചിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ഇനി വരുന്ന എപ്പിസോഡുകളിൽ 3-ാമത്തെ സീസണിന്റെ അവസാന എപ്പിസോഡിൽ ഇയാൾ മരിക്കുന്നതായി കാണാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തത്, ഈ നോയുൾ എന്ന ക്യാരക്ടറിന്റെ ആ കുട്ടി ആരായിട്ട് വരും, അല്ലെങ്കിൽ ഈ നോയുളിന് പിന്നീട് എന്താകും സംഭവിക്കുന്നത്. സോ ആദ്യം ഈ ഒരു ക്യാരക്ടറിനെ കണ്ട സമയത്ത് സേബിയോക്കിന്റെ അനിയനാകും മിക്കവാറും ഈ പെൺകുട്ടി തിരഞ്ഞു നടക്കുന്ന കുട്ടിയെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം രണ്ടുപേരും നോർത്ത് കൊറിയയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഒരാൾ അനിയന് വേണ്ടിയാണെങ്കിൽ മറ്റേയാൾ മകൾക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ നോയുളിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ കുട്ടി ഇനി വരുന്ന എപ്പിസോഡുകളിൽ സേബിയോക്കിന്റെ അനിയനാകും എന്ന് റിവീൽ ചെയ്യുമെന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം നോയുളിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു മകളെയാണെന്നാണ് പറയുന്നത്. സേബിയോക്കിനുള്ളത് ഒരു അനിയനാണ്. സോ രണ്ടാമത്തെ ചാൻസ് ഉണ്ടായിരുന്നത് ഈ 246 എന്ന പ്ലെയറിന്റെ കുട്ടിയായിട്ട് കാണിക്കുന്ന ആ കൊച്ചുകുട്ടി ഒരുപക്ഷെ നോയുളുടെ മകളായിട്ട് വരാം. 1 വയസ്സിൽ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു 2 വയസ്സോ മറ്റോ തോന്നുന്നത് കൊണ്ട് നോയുളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ കുട്ടിയെ ഈ 246 എന്ന പ്ലെയർ എടുത്ത് വളർത്തിയിട്ടുള്ളതാകാം. ഒരുപക്ഷെ തീരെ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടത് കൊണ്ട് നോയുളിന് കുട്ടിയുടെ മുഖം തിരിച്ചറിയാൻ കഴിയാത്തതുമാകും. എന്നാൽ അതിനേക്കാട്ടിലുമെല്ലാം കൂടുതൽ ചാൻസ് ഉള്ളത് നോയുളുടെ മകളല്ല ഈ കുട്ടിയെങ്കിൽ പോലും അടുത്ത സീസണിൽ നോയുൾ ഈ കുട്ടിയെ എടുത്ത് വളർത്തുന്നത് കാണാൻ സാധിക്കുമെന്നതാണ്.
അതായത് ഈ സീസണിന്റെ അവസാന എപ്പിസോഡിൽ 246 എന്ന പ്ലെയറെ ഒരാൾ വെടിവെച്ച് കൊല്ലുന്നതായി കാണിക്കുന്നുണ്ട്. സോ അവിടെ വെടിവെക്കുന്ന ആളുടെ മുഖത്തുള്ളത് ട്രയാങ്കിൾ മാസ്ക് ആണ്. സോ ഈ ട്രയാങ്കിൾ മാസ്ക് ധരിച്ചിട്ടുള്ള അയാൾ തീർച്ചയായിട്ടും നോയുൾ തന്നെയാകും. നോയുളും അയാളുമായിട്ട് ഒരു റിലേഷൻ ഉള്ളതുപോലെ, ആ കുട്ടിയെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു റിലേഷൻ ഉള്ളതുപോലെ കാണിച്ചിട്ടുണ്ട്. സോ നോയുൾ അതിനു മുന്നേ എല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുമ്പോൾ തലയ്ക്ക് തന്നെയാണ് വെടിവെക്കാനായി നോക്കുന്നത്. കാരണം അവർ മരിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. എന്നാൽ ഇയാളെ വെടിവെക്കുന്ന സമയത്ത് തലയിലേക്കല്ല, പകരം നെഞ്ചിന്റെ ഭാഗത്താണ് വെടിവെക്കുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവരെ കാണിക്കുന്ന വിധത്തിൽ അയാളെ കൊന്നു എന്ന രീതിയിൽ വെടിവെക്കുകയും എന്നാൽ വലിയ ഇഞ്ചുറീസ് ഉണ്ടാകാത്ത രീതിയിലുള്ള മുറിവ് അയാൾ കേൾക്കാൻ വേണ്ടി അത്തരത്തിൽ പെർഫെക്റ്റ് ആയി തന്നെയായിരിക്കും ഒരു പക്ഷേ നോയുൾ വെടിവെച്ചിട്ടുണ്ടാവുക. അങ്ങനെ വെടിവേറ്റ് കിടക്കുന്ന ഇയാളെ അയാളുടെ കരളും കണ്ണുകളും മറ്റും എടുക്കാനായി മറ്റുള്ളവർ അവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നോയുൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എതിർക്കുന്നത് കൊണ്ട് അവിടെ വന്നുകൊണ്ട് ഇയാളെ രക്ഷിക്കാം. അങ്ങനെ അടുത്ത സീസണിൽ തുടക്കമെല്ലാം ഇയാൾ രക്ഷപ്പെടുകയും ഇവരെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് വീണ്ടും പോരാട്ടം നടത്തുകയും എന്നാൽ സീസണിന്റെ അവസാനം എത്തുന്ന സമയത്ത് അയാൾ മരണപ്പെടുകയും അതിനുശേഷം അയാളുടെ മകളെ നോയുൾ എടുത്ത് തനിക്ക് നഷ്ടപ്പെട്ടു പോയ മകളെ പോലെ തന്നെ എടുത്ത് വളർത്തുകയും ചെയ്യുന്നത് മൂന്നാമത്തെ സീസണിന്റെ അവസാന സമയത്ത് നമ്മൾ കാണാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ 246 എന്ന ആ പ്ലെയറിന്റെ അവയവങ്ങൾ എടുക്കാനായി ഓപ്പറേഷൻ സ്ഥലത്തേക്ക് അയാളെ കൊണ്ടുപോവുകയും അവിടേക്ക് നോയുൾ അയാളെ രക്ഷിക്കാനായി എത്തുകയും ഈ സമയം നോയുളും ഇങ്ങനെ അവയവങ്ങൾ എടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓഫീസർ എന്ന ക്യാരക്ടറുമായി ഫൈറ്റ് ഉണ്ടാവുകയും നോയുൾ തന്നെ അയാളെ കൊല്ലാനും ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് ഇനി വരുന്ന ഗെയിമുകളാണ്. സീസൺ 1ന്റെ ഡീകോഡിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ് ഇവരുടെ ആ മുറിയിലായിട്ട് അവർ കളിക്കുന്ന ഗെയിമിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന്. ആദ്യമൊന്നും അതൊന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ലെങ്കിലും ഓരോ ഗെയിം കഴിഞ്ഞ് ആളുകൾ കുറയുന്നതനുസരിച്ച് അവിടെയുള്ള ബെഡുകളെല്ലാം നീക്കം ചെയ്യുമ്പോൾ ഭിത്തിയിലുള്ള ചിത്രങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നു. ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ അവിടെ രണ്ടു തരം ഗെയിമിന്റെ ചിത്രങ്ങളാണ് കൂടുതലായും കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഒരു ചെസ് കളി പോലെയുള്ളതും മറ്റേത് കമ്പിലോ മറ്റോ തൂങ്ങിച്ചാടുന്നത് പോലെയുള്ള ഒരു ഗെയിമും. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സീസണിൽ പ്രധാനമായും വരാൻ ചാൻസ് ഉള്ള രണ്ട് ഗെയിമുകളായിരിക്കും ഇത്. എല്ലാ ഗെയിമുകളും അവിടെ കൊടുക്കാതിരുന്നത് കഴിഞ്ഞ സീസണിൽ നമ്മൾ ആദ്യം ആ ഗെയിമുകളെ കുറിച്ചൊന്നും അവിടെയുള്ള ചിത്രങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നില്ലെങ്കിലും പിന്നീട് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് കൊണ്ട് ഈ സീസണിലെ എല്ലാ ഗെയിമിന്റെയും ചിത്രങ്ങൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ തുടക്കം തന്നെ ആളുകൾക്ക് അത് ഊഹിക്കാൻ കഴിയും എന്ന് കരുതിയിട്ടാകും. സോ അടുത്ത സീസണിലും ഈ രണ്ട് ഗെയിമുകൾ മാത്രമല്ല അതിൽ കൂടുതൽ ഗെയിമുകളും വരാൻ ചാൻസ് ഉണ്ട്. അതിൽ പ്രധാനമായത് ഈ രണ്ട് ഗെയിമുകളായിരിക്കും. അതിൽ തന്നെ ഇങ്ങനെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ചാടുന്ന പോലെ കാണിക്കുന്നത് കണ്ടപ്പോൾ അത് പ്രായമായവർക്ക് കുറച്ച് പാടുള്ള ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സീസൺ 1ലും സീസൺ 2ലും ഇതുവരെ വന്നിരിക്കുന്ന ഗെയിമുകളെല്ലാം നോക്കിയാൽ അത് ഏത് പ്രായക്കാർക്കും കളിക്കാൻ പറ്റുന്ന ഗെയിമുകളായിട്ടാണ് അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചിത്രത്തിൽ ഇത്തരം പാടുള്ള ഒരു ഗെയിമായിട്ടാണ് കാണിക്കുന്നതെങ്കിലും ആ ഗെയിമിലേക്ക് വരുന്ന സമയത്ത് അത് ഏത് പ്രായക്കാർക്കും പറ്റുന്ന രീതിയിലുള്ള, ആ പ്രായമായ അമ്മയ്ക്ക് പോലും പറ്റുന്ന രീതിയിലുള്ള ഒരു ഗെയിമായിട്ട് അവതരിപ്പിക്കാനാണ് ചാൻസ് ഉള്ളത്. മറ്റൊന്ന് ആ ട്രാൻസ്ജെൻഡർ ക്യാരക്ടറിന്റെ ഫ്യൂച്ചറാണ്. എനിക്ക് തോന്നുന്നത് അടുത്ത സീസണിന്റെ അവസാന ഭാഗം എത്തുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ക്യാരക്ടർ മരിക്കാൻ ചാൻസ് ഉണ്ട്. അതും ഫ്രണ്ട്മാന്റെ കൈകൊണ്ട് തന്നെയാകാനാണ് ചാൻസ് ഉള്ളത്. കാരണം ഈ ഒരു ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത് ആ ഒരു കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റർ ആയിട്ടാണ്, ഏറ്റവും ബെസ്റ്റ് ഷൂട്ടർ ആയിട്ടാണ്. സോ ഇത്തരമൊരു ക്യാരക്ടർ എപ്പോഴും ജയിക്കാനാണ് ചാൻസ് ഉള്ളത്. എന്നിരുന്നാൽ പോലും ഈ ഫ്രണ്ട്മാൻ എന്ന ക്യാരക്ടർ ചെയ്യുന്നത് സോങ്ഹ്യൂനെ എത്തരത്തിലെല്ലാം വിഷമിപ്പിക്കാമോ അത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അയാളുടെ കൂടെ നിന്നുകൊണ്ട് അയാളെ സഹായിച്ച് അവസാനം അയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനെ തന്നെ കൊല്ലുന്നതായി കാണിക്കുന്നത്. സോ അങ്ങനെയുള്ള ഈ ഫ്രണ്ട്മാൻ സോങ്ഹ്യൂന് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളെ ഇനിയും കൊല്ലാൻ ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്, ഇവരോടൊപ്പം നിന്നുകൊണ്ട് ഒരുപാട് പൊരുതാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ട്രാൻസ്ജെൻഡർ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈറ്റർ ക്യാരക്ടറിനെ അതിനേക്കാട്ടിലും മികച്ച ഷൂട്ടറും ഫൈറ്ററുമായിട്ടുള്ള ഫ്രണ്ട്മാൻ സോങ്ഹ്യൂനെ വിഷമിപ്പിക്കുന്ന വിധത്തിൽ അവസാന എപ്പിസോഡുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. ഇത് മാത്രമല്ല മറ്റ് പല മരണങ്ങളും ഇനി വരുന്ന സീസണുകളിൽ നമ്മൾ കാണാം. അതിൽ പ്രധാനമായത് ആ അമ്മയും മകനുമായിട്ടുള്ളതും ആ ലവറും യൂട്യൂബറുമായിട്ടുള്ളതുമാണ്. കാരണം ഇത്തരം അടുത്ത റിലേഷൻഷിപ്പ് ഈ ഒരു സീസണിൽ കാണിച്ചിരിക്കുന്നത് തന്നെ വരും എപ്പിസോഡുകളിൽ ഇവരിൽ ഒരാൾ നഷ്ടപ്പെടുകയാണെങ്കിൽ, മരണപ്പെടുകയാണെങ്കിൽ കാണുന്ന പ്രേക്ഷകരിൽ ഒരുപാട് ഫീൽ ചെയ്യിക്കാൻ ചാൻസ് ഉള്ളതാണ്. അത്തരത്തിൽ അമ്മയും മകനിൽ ഒരാൾ മരണപ്പെടുന്നതായിട്ടും മിക്കവാറും അമ്മ മരണപ്പെടുന്നതായിട്ടും അതുപോലെ തന്നെ ലവറും യൂട്യൂബറിലും ഒരാൾ മരണപ്പെടുന്നതായിട്ടും കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സീസണിന്റെ അവസാന ഭാഗത്തോട്ടെത്തുമ്പോൾ അതുവരെ യൂട്യൂബറോട് പിണങ്ങി നിന്നിരുന്ന ആ ഒരു പ്രഗ്നന്റ് ക്യാരക്ടർ കുറച്ച് അടുപ്പം കാണിക്കുന്നതായി കാണാം. സോ വരും സീസണിന്റെ ആദ്യ എപ്പിസോഡുകളിൽ തന്നെ ഇവർ പരസ്പരം വീണ്ടും അടുക്കുകയും അങ്ങനെ യൂട്യൂബർ പ്രഗ്നന്റ് ലേഡിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവുകയും പ്രഗ്നന്റ് ലേഡി യൂട്യൂബർ തന്നെ ചതിച്ചു എന്ന് കരുതിയിരിക്കുന്നത് കൊണ്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ അയാൾ തിരിച്ച് പ്രഗ്നന്റ് ലേഡിയുടെ വിശ്വാസം നേടിയെടുക്കുകയും അതിനുശേഷം മരണപ്പെടുന്നതായിട്ടും കാണിക്കാനും ചാൻസ് ഉണ്ട്. കൂടാതെ ഒന്നാമത്തെ സീസണിൽ ആകെ ഒരു വിജയി മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ രണ്ടാമത്തെ സീസണിൽ അങ്ങനെയാകാൻ ചാൻസ് ഇല്ല. ഒന്നിൽ കൂടുതൽ ആളുകൾ വിജയിച്ച് പുറത്തു വരാൻ ചാൻസ് ഉണ്ട്.
സോങ്ക്യൂൺ ആ ഗെയിം നിർത്തി മറ്റുള്ളവരെല്ലാം രക്ഷിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ സോങ്ക്യൂൺ പുറത്തിറങ്ങുന്ന സമയത്ത് സോങ്ക്യൂണിന്റെ കൂടെ കുറച്ച് പേരെങ്കിലും രക്ഷപ്പെട്ടു വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഒന്നാണ് സ്രാങ്കിന്റെ ക്യാരക്ടർ. ആ ഒരു ഫ്രണ്ട്മാന്റെ അനിയനും വൂസൂക്കുമെല്ലാം ചേർന്നുകൊണ്ട് ആ ഒരു ദ്വീപ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ആ സ്രാങ്ക് ആണ് അവരെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അടുത്ത സീസണിന്റെ തുടക്കത്തിലോ പകുതിയോടടുക്കുമ്പോൾ തന്നെ ഈ സ്രാങ്കിന്റെ ഈ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ തിരിച്ചറിയുകയും വൂസൂക്കിന്റെയോ ഫ്രണ്ട്മാന്റെ അനിയന്റെയോ കൈകൊണ്ട് തന്നെ ഇയാൾ മരണപ്പെട്ടു പോകാനും ചാൻസ് ഉണ്ട്. മിക്കവാറും ഫ്രാങ്കിന്റെ സഹായമില്ലാതെ തന്നെ ഫ്രണ്ട്മാന്റെ അനിയൻ ആ ദ്വീപ് കണ്ടെത്തുകയും അവിടേക്ക് ചെല്ലുകയും ആ സമയത്ത് സ്രാങ്ക് ഇവരെ ചതിക്കാൻ ശ്രമിക്കുമ്പോഴുമായിരിക്കാം മിക്കവാറും വൂസൂക്കോ മറ്റോ വന്നുകൊണ്ട് സ്രാങ്കിനെ കൊല്ലാൻ സാധ്യതയുള്ളത്. അവസാനത്തേതാണ് സസ്പെൻസുകൾ. അതായത് സീസൺ 1 ഇൽനാമാണ് വില്ലൻ എന്ന് കാണിക്കുന്നത് നമ്മളെല്ലാവരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു സസ്പെൻസ് ആയിരുന്നു. എന്നാൽ ഈ സീസണിൽ നമ്മളെ അങ്ങനെ ഞെട്ടിച്ച തരത്തിലുള്ള സസ്പെൻസുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ കുറച്ചെങ്കിലും എടുത്തു പറയാനുണ്ടായിരുന്നത് ഒന്നാം നമ്പറായി വന്നിരുന്നത് ഫ്രണ്ട്മാൻ ആണ് എന്ന് കാണിക്കുന്ന ആ സീനും നോയുൾ അവിടേക്ക് വന്നത് മത്സരിക്കാനല്ല പകരം മത്സരാർത്ഥികളെ കൊല്ലുന്ന പൊസിഷനിലേക്കാണ് എന്ന് കാണിച്ച കാര്യങ്ങളുമെല്ലാമാണ്. സ്രാങ്കിന്റെ കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഫസ്റ്റ് സീസണെ അപേക്ഷിച്ച് നമ്മളെ ഞെട്ടിപ്പിച്ച തരത്തിലുള്ള സസ്പെൻസുകളൊന്നും വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കിയായി വരുന്ന സീസൺ 3 തീർച്ചയായിട്ടും നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള സസ്പെൻസുകൾ വരാൻ ചാൻസ് ഉണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളെല്ലാമാണ് സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 3 നമ്മൾ കാണാൻ ചാൻസ് ഉള്ള കാര്യങ്ങളായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തെ സീസണെ അപേക്ഷിച്ച് കുറച്ച് പോരായ്മകളെല്ലാം ഉള്ളൊരു സീസണായിട്ട് അത്രയും ഒരു ഇമ്പാക്ട് തരാൻ പറ്റിയില്ലെങ്കിലും ആർക്കും നിരാശയൊന്നും ഉണ്ടാകാത്ത രീതിയിൽ രണ്ടാമത്തെ സീസണും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എന്താണ് ഈ സ്ക്വിഡ് ഗെയിം സീസൺ 2 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്നും സീസൺ 3 നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.